ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ വന്നാക്കുന്നത് ചാവക്കാട് പഞ്ചവടി എന്ന സ്ഥലത്തെ അക്വാറിയത്തിലോട്ടാണ് നമ്മൾ വന്നാക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അക്വാറിയത്തിലൊന്നാണിത്. ഇവിടെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കുതിര നിൽക്കുന്നുണ്ട്. നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് പോകാം. കയറി ചെല്ലുമ്പോൾ ടിക്കറ്റ് കൊടുക്കാനുള്ള സ്ഥലം അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് 400 രൂപ. സ്ഥലം കയറി ചെല്ലുമ്പോൾ ഒരു മെയിനായിട്ട് വലിയൊരു അക്വാറിയം, പിന്നെ ഇപ്പുറത്തായിട്ട് ഒരു കാറിൽ അക്വാറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനെ കണ്ടിട്ട് ബ്രാൻഡൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ അതുകൂടാതെ ഒരു ശരിയായി അക്കൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതും കാണാൻ. ഓട്ടോറിക്ഷ ആളിരിക്കുന്നോടത്തും ബാക്കിലും അപ്പോൾ ഇവർ സെറ്റ് ചെയ്തിട്ട് അതിൽ മീനിട്ട് വെച്ചാക്കിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പൗൾക്കുറ്റൊക്കെ വെച്ചാൽ ഇത് കാർപ്പൻറ്റിൽപ്പെട്ട ഒരു മീനാണ്. മുകളിൽ നിൽക്കുക, ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ മീനും എന്താ പേരെന്നും അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട്. മുകളിൽ മഴമുഴക്കി വേഴാമ്പൻ്റെ ഒരു പ്രതിമയൊക്കെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ലൊരു ഇതായിരുന്നു. നമുക്കിനി അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇതിൻ്റെ പേര് നല്ല വലിപ്പമുണ്ട് കാണാനായിട്ട്. വലിയ മീൻ കിടക്കുന്നത് മുറ്റം നോക്കാം നമുക്ക്. ഇത് സാധനം അലിഗേറ്ററാണ്, വൈറ്റ് കളറിലാണ്. ഇത് വേറെ കളറൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് വൈറ്റ് കണ്ടിട്ടില്ല, വേറെ കളറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഈ അരോണ, ഇതിൻ്റെ മുകളിൽ ഒരു വഞ്ചിയിൽ ഒരാൾ നിന്ന് മീൻ പിടിക്കണ ഒരു രീതിയിൽ അവർ പണി വെച്ചൊക്കെയാണ്. അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പൊന്മാനും സൈഡിലെല്ലാം ഇരിക്കുന്നുണ്ട്. ആ തെങ്ങിൻ്റെ മുറിഞ്ഞു പോയ ഭാഗത്ത്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് പോണ വഴിയൊക്കെ നടക്കുന്ന കാലത്തായിട്ട് കുറേ കൊത്തുപണികളും ചെയ്തിട്ടുണ്ട്. ഒരു പ്രതിമ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗത്തും. പിന്നെ കോറിയത്തിൻ്റെ ഉള്ളിലാണ് ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്താക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ നടക്കുന്നതൊക്കെ ഫുൾ ഇരുട്ടാണ്. പിന്നെ അപ്പുറത്ത് ഒരു ജിന്നിൻ്റെ ഒരു പ്രതിമ വച്ചിട്ടുണ്ട്. അതിലും കുറച്ച് മീനിട്ട് വെച്ചിട്ടുണ്ട്. എന്ത് മീനെന്ന് അറിഞ്ഞൂടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷനൊക്കെ. അവർ കയറുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെയുണ്ട്.
ഒരു വലിയൊരു അരാപ്പയ്മ കിടക്കുന്നുണ്ട്. നല്ല വലിപ്പമുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടന്നു പോകണം. ഇനി നമുക്ക് അവിടേക്ക് കയറാം. കുറച്ച് ആൾക്കാരെ അവിടെ കുറച്ച് ആൾക്കാരായിട്ട് കയറ്റുന്നുള്ളൂ, കാരണം ചില്ലാണ് അതിൻ്റെ മുകളിൽ. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി പോകാം. സ്റ്റെപ്പ് കാണാൻ വേണ്ടി അവർ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലൊക്കെ ആയിട്ട്. ചില്ലിക്കൂടെ നോക്കുമ്പോൾ അധികം ക്ലിയർ അല്ല. അതിൻ്റെ അടിയിൽ തന്നെ അത്ര ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അവർ. ഒരെണ്ണം പോകും, ഈ അടിയിൽ 2 റൗണ്ട്. നല്ല വലിപ്പമുണ്ട് സാധനം. അത് വീണ് കഴിഞ്ഞാൽ കഥ കഴിക്കും. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോവാം. വേറെ ഭാഗത്തോട്ടാണത്. ഓരോ സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മസാജിങ്ങിൻ്റെ ഭാഗത്താണ്. കുറേ പേരത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സ്മോക്കൊക്കെ വരുന്നുണ്ട്. അക്കൂറത്തിൻ്റെ മുകളിൽ കൂടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അരിയത്തോടൊക്കെ അവർ സെറ്റ് ചെയ്താക്കുന്നത്. ഇത് അതിൻ്റെ മുകളിൽ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ പുഴയേക്കാണല്ലോ വീട്ടിൽ. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു മീനുകളാണ്. അപ്പുറത്തെ ഭാഗത്തൊക്കെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു അക്വേറിയം പോലെ റൗണ്ടിലേക്കുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ കയറിയിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം, എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ആ ഷീറ്റിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ഓന്ത് നിൽക്കുന്നുണ്ട്. ഇത് ആ ഭാഗത്തായിട്ട് കുറേ മീനുകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പേര് പോലും അറിഞ്ഞൂടാ. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തതായിട്ട് ഇവിടെ ചില സ്ഥലത്ത് ഷീറ്റൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വേണം. ഒരു പാലമുണ്ട്, മുമ്പിൽ കൂടെ വെക്കുമ്പോൾ കാർപ്പുകളൊക്കെ ഉണ്ട്. കുറച്ചുള്ളൂ. അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാം. പിങ്കീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ട്. നമുക്ക് അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. ഒരു അക്വേറിയം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ അക്വേറിയത്തിൽ ചീന നാളുകളിൽ അതിനൊക്കെ ഉണ്ട്.
പിന്നെ അതേ ഒരു ക്രാബ് ഫിഷ് കിടക്കുന്നുണ്ടായിരുന്നു, റെഡ് കളറാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ചെറിയ ചെറുതാണ്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു ഡൈനോസറിൻ്റെ ഒരു അസ്ഥികൂടത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ. ഇതിൻ്റെ അടിയിലായിട്ടൊരു ആമയുണ്ട്. അപ്പോൾ അത് ആമേനായിട്ട് കറക്റ്റാണ്, മറ്റേ കാരാമി നാട്ടിലെ പാടത്തൊക്കെ കാരാമ ഇത്. പിന്നെ ഇതിന് മുകളിലായിട്ട് ചെടികൾ ഒരു മരം ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒറിജിനലല്ല, പ്ലാസ്റ്റിക് ചെയ്ത് വെച്ചാൽ അങ്ങനെ നോക്കുന്നത്. അതിന് മുകളിൽ കൂടെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഒരു ബാൽക്കണി പോലെ, അവിടെ നോക്കി നിറച്ച് മീനുകളാണ്. അതിൻ്റെ അപ്പുറത്ത് കുറേ മീനുകളുണ്ട്. അത്യാവശ്യം വലിപ്പമാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഈ മാൻ്റെ പ്രതിമൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു കാടിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാനായിട്ട്. നമുക്ക് അടുത്തേക്ക് പോകാം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ടും പോകാം. ഇവിടെ പടിയുണ്ട്, ഇതെല്ലാം എല്ലാവർക്കും നമുക്ക്. ഇവിടെ ബ്ലാക്ക് കളറിൽ എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട്. കൂടുതലൊന്നുമില്ലാന്ന് തോന്നുന്നു. എല്ലാം ഈ സാധനം എന്തോ ജീവനാണെന്ന് തോന്നുന്നു. അതിൻ്റെ നടുവിലൊരു പത തന്നെയുണ്ട്. അതിന് നടുവിലായിട്ടൊരു വാഴ കാണുന്നുണ്ട്. എന്തോ ഒരു കടലിലുള്ള എന്തോ ഒരു പ്ലാന്റല്ല കാരണം ഒരു ഇത്. ഇനി നമുക്ക് ഫൈറ്ററുടെ സെക്ഷനിലോട്ട് പോകാം. ഇവിടെ ഓരോ ഇതിലും ഫൈറ്ററാണ് നടക്കുന്നത്. പല വെറൈറ്റി കിടക്കുന്നുണ്ട്. കിടക്കുന്നത് ഒരു റെഡ് കളറാണ്. നീല കളറ്, പിന്നെ ഒരു വൈറ്റ് പോലുണ്ട്, പിന്നെ ഒരു മസ്കാഡിയാസൊക്കെ ഉണ്ട്. പഫർ ഫിഷ്, മറ്റേ ബലൂൺ പോലെ അതിന് വീർത്തില്ല. ഇതിപ്പോൾ വീർത്തിരിക്കാനുള്ള അത് ആരെങ്കിലും ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വീർക്കണമെന്ന് അറിഞ്ഞ് കേട്ടാക്കണത്. കൃത്യമായിട്ട് അറിയില്ല അതിനെക്കുറിച്ച്. കുറേയൊക്കെ മീനുകളെ ഫോട്ടോയിലും വീഡിയോസിലും മാത്രം കണ്ടിട്ടുള്ളൂ, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്.
ഒരു മീൻ ഒളിച്ചിട്ടുണ്ടാവും. ഇത് മസ്കാടി ഗ്യാസാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് നീലയും മിക്സഡാണ്. ഇത് മറ്റേ പുഴയിൽ നിന്ന് കടലിൽ നിന്ന് കിട്ടിയ സാധനത്തെ കടലെന്ന് പറഞ്ഞാൽ ചില പോലെ പുഴ ഏരിയകളിലൊക്കെ ഈ സാധനം ഉണ്ടാവും. ഇതിനെ കറി വെച്ച് കഴിക്കും കുറച്ച് നേരം. നേരായപ്പമ്മയാണ് വലിയ ഇവിടെ തിരിയുള്ളത് അവിടെ തന്നെ നടക്കുന്നത്. ഇതിനെ കണ്ടിട്ട് ബാക്കിയുള്ളതിനൊക്കെ കണ്ടിട്ട് പിരാന പോലെ ഉണ്ട്. ആദ്യം ഇത്ര വലിയ മീനാണ്. ഇവിടെ ഒരു മീനുണ്ട്. ഈ മീന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാ നോക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മീൻ നടക്കുന്നുണ്ടല്ലോ. തിരിഞ്ഞു മുന്നോ നേരത്തെ കണ്ട മീൻ്റെ അതിൻ്റെ തന്നെ ഒരെണ്ണം അടിയിൽ. ഇവിടെ മഞ്ഞക്കൂലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ കറി ചെയ്യില്ല. ആ മഞ്ഞക്കൂലി കിടക്കണ്ടായിരുന്നു. ഈ കല്ല് പോലത്തെ സാധനം ഒരു മീനാണ്. ഇതല്ല അതിൻ്റെ കണ്ണ് ഇതാക്കാം. ഇവിടെ ഒരു ആമ. ഇതില് പേര് മീനാണ്. കുറേ മീനൊക്കെ ആദ്യമായിട്ടാണ്. ഈ മീനൊക്കെ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു മീനിൻ്റെ ഒരു പ്രതിമയാണ്. ഒരു അലിഗേറ്റർ. നേരത്തെ കണ്ടത് വൈറ്റ് കളറാണ്. ഇത് സാധാ കാണാറുള്ള മിക്കപ്പോഴും കാണാറുള്ള ഇതാണ്. ഇത് മറ്റേ ഓന്ത് കാലമുള്ളതാണ്. ഞാൻ കണ്ടൊരു ഫിഷാണത്. അപ്പം തന്നെ ദൈവം വൈറ്റ് കളർ കണ്ടുണ്ട്. ബ്ലാക്ക് കളർ തന്നെ ആയിട്ടുണ്ട്. ഒരു പാമ്പ് പോലത്തെ മീൻ. പാമ്പെന്ന് പറയാൻ പറ്റില്ല, വാലൊക്കെ ആ ടൈപ്പ്. പിന്നെ നീളമൊക്കെ ഉണ്ട്. പുള്ളിക്കൊത്ത് വാലിയാണ്. വായ വിളിക്കുന്നുണ്ട്. ഇപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട്, അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഒക്കെ ഉണ്ട്.
ഷാർക്ക് എൻ്റെ പൊന്നു. ഷാർക്കിൻ്റെ അടുത്തോട്ട് ആരെയും പറഞ്ഞില്ല. ഇവിടെ ആയിട്ട് ഒരു ഇത് കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് ഡിസ്റ്റൻസ് പാലിച്ചിട്ടല്ല നിൽക്കുന്നത്. ബാക്കിയുള്ള മീനിൻ്റെ അടുത്തൊന്നും അത്ര കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഷാർക്കിൻ്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് പാലിക്കാൻ വേണ്ടി അവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. ഷാർക്കൊക്കെ നല്ല സ്പീഡിലൊക്കെ ഓടണം അത്യാവശ്യം. അതിൻ്റെ അകത്തായിട്ട് ഒരു തെരണ്ടി പോകും. ചപ്പൊല്ലതി വീട്ടി വരണം മോന്. ഇതിൻ്റെ മുകളിൽ വലയൊക്കെ വിരിച്ചിട്ടുണ്ട്. ചാടിപ്പോണ്ടിരിക്കാന്ന് തോന്നുന്നു. വല ചുറ്റും വിരിച്ചിട്ടുണ്ട്. വല അവിടെ ഒരാൾ ചൂണ്ടിരുന്ന പോലെ പ്രതിപ്പ് വെച്ചാൽ പക്ഷെ ചൂണ്ട കാണുന്നില്ല കേട്ടോ. ചൂണ്ടിരുന്ന പോലെ നിൽക്കണത് പക്ഷെ ചൂണ്ട കാണുന്നില്ല. ചിലപ്പോൾ ഇത് ചാടി ഒടിച്ചിട്ടുണ്ടാവും. മീൻ ചാടിയിട്ട് അടുത്ത ഇപ്പോൾ ഒരു മീൻ വായ ഒളിച്ചിട്ടുണ്ടല്ലേ. ഇതൊരു പരന്നിരിക്കുന്നു. പിന്നെ ചിറക് കാണാൻ ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. അടുത്ത സെക്ഷനോട്ട് പോവാം. ഇവിടെ മറ്റേ കറിയിരിക്കണ മീൻ മുള്ള മീൻ വല്ല അതിൻ്റെ രാമ അമ്മയുടെ മുകളിലൊരു കോഴി തീരോണ്ട്. അതിൻ്റെ അടിയിലൊരു അക്കോറിയ ചെറിയ മീൻ ഉണ്ടാക്കണേ. വെള്ളം ഒഴുകണ ഒരു ഇത് വന്നിട്ടുണ്ട്. ഈ മീൻ ഫിഷ് കടയിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. ഇത് ചെറിയ ഏഞ്ചലാണ്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, മിക്സാണ്. ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു മീൻ. മുകൾവശമൊക്കെ ഒരു സ്മോക്ക് വന്നിട്ട് ഇതായൊക്കെയാണ്. അടിക്കോട മാത്രം കാണാൻ പറ്റി. കൊക്കുകളൊക്കെ ഉണ്ടാണ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് മീനുണ്ട്. ഈ വൈറ്റ് ബ്ലാക്ക് കളർ മീൻ ആദ്യമായിട്ട് ഞാൻ കാണാം. ഏഞ്ചലാന്ന് തോന്നുന്നു. ഏഞ്ചലാണ്. ചേരു മീനൊക്കെ വാള പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. കുറേ തവള ഒക്കെ ഉണ്ട്. ചില്ലൊക്കെ നല്ല ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്താൽ നല്ല കനമുള്ള ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് വരും.
അടുത്ത് നമ്മൾ തരണ്ടിയാണ്. ഇത് നീല കളറാണ് ചുറ്റും ഒരു ഇതുള്ളത്. ഇതൊരു പുള്ളിക്കുത്തൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബ്ലാക്കിന് ഒരു പുള്ളിക്കുത്തായിട്ട് സാധാരണ വേറെ കളറാണ്. ഇത് എന്തായാലും വേറെ കുറേ ടൈപ്പൊക്കെ ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഇതിൽ നല്ല ക്ലിയർ ആയിട്ടാണ്. ഇത് കയറുമ്പോൾ ഒരു കടലിൻ്റെ ഫീലിംഗ് ആണ്. ഫുള്ള് കോളിൽ വലിയ 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 ചെറിയ മീനുകൾ. സ്റ്റാർ ഫിഷ് കിടക്കുന്നത് മഞ്ഞ കളറ്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു മീൻ പോകുന്നുണ്ട്. ഒരു മീൻ ചിരിഞ്ഞ് പോകും. എൻ്റെ പൊന്നു പോയിട്ട് കാണും എന്തോരം മീനത്. ഈ വാള, നാട്ടിലൊക്കെ വാളാന്ന് ഇതിനെ പറയണത്. അതിൻ്റെ മുകളിൽ അസ്ഥിക്കൂട് ഒഴിച്ചിരിക്കും. അടുത്തത് നോക്കാം. മുകളിലൊക്കെ അവർ ഈ പഴയ മനുഷ്യന്മാരുടെ ഒരു ഇതൊക്കെ കൊടുക്കുന്നത്. ഈ സാധനത്തിനാണ് എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ ഒരു ഡൈനോസർ, ചിലപ്പോൾ അതും ഒരു ഡൈനോസർ തന്നെയായിരിക്കും. ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് അരോണ. ഇവിടെ വെച്ചകളൊന്നും ശരിക്കുള്ള മരങ്ങളല്ല, പ്ലാസ്റ്റിക്കിൻ്റെ തോന്നും. ഇതിലൊരു മീൻ, മോസ്റ്റ് ഓഫ് ഫിഷാണ്. ഇതേപോലെ ചപ്പഞ്ഞം. അടുത്തില്ല, അവിടെ ചില്ലിൻ്റെ അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഒരു അലിഗേറ്റർ നടക്കുന്നു. അപ്പത്താരാപ്പയും മടങ്ങുന്നുണ്ട്. അലിഗേറ്റർ 1 2 3 4 5 6 അലിഗേറ്റർ. ഇനി നമുക്ക് ഒരു ഗുഹയുടെ ഉള്ളിൽ കയറാം. ചുറ്റും മുകളിലൊക്കെ ഗ്ലാസ്സാണ്. ഇതേ ഒരു മീൻ കിടക്കും. തരാപ്പയും മടങ്ങും. ഇങ്ങോട്ട് തിരിയേണ്ടത്. ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്.
അപ്പോൾ അയാളെ കാണിച്ചു സംശയം മീനൊന്നും അവർ അയാളെ കടിക്കില്ലെന്ന് സംശയം. കാരണം അയാളുടെ സൈസ് നോക്കി മീൻ കിട്ടും. അതിനേക്കാളും വലിയ മീനുകളാണ്. ചരാപ്പയ്യ 3.5 മേടിച്ചു. കോട്ടെ ഇതിനുള്ളിൽ ഞാൻ വിളിക്കോടും ഈ കാരണം ഇവിടെ ഒരു സാധനം മേടിക്കാം. പിന്നെ ഇതിൽ തന്നെ കട തന്നെയുണ്ട്. എല്ലാ സാധനവും ഉണ്ട്. ഡ്രിങ്ക് അച്ചടക്കട കണ്ട് കിളിക്കൂട് അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ കോട്ടയ്ക്ക് എന്നോടാ മറ്റേ മീൻ ഫുഡ് കൊടുക്കുന്നത് കഴിഞ്ഞാൽ അത് മീൻ ഫുഡ് കൊടുക്കാം. അപ്പോൾ അവിടെ വൈകുന്നേരം അവർ പറയുന്നത് കൈ കഴുകിയിട്ട് വേണം കൊടുക്കാനായിട്ട്. നമുക്ക് കൈ കഴുകാം. കൈ കഴുകിയിട്ട് നമുക്ക് ഫുഡ് മേടിക്കാം. ഫുഡ് കിട്ടാനായിട്ട് കുറച്ചുള്ള ക്വാണ്ടിറ്റി, കാരണം എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൊടുത്താലേ ശരിയാവുള്ളൂ. ഒന്നുമില്ല, ഒന്നുമില്ല വെറുതെ പക്ഷെ കാണാത്ത മീനായിട്ട് ഇതാണുള്ളത്. മീൻകരം കരിമീൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പുറത്തതേ ഒട്ടകം
ജീവനോളൊന്നുമില്ല. ട്രൈ ചെയ്യാം. ഇരുപതിന് കൊടുക്കാം. കൊടു നോക്കാം. മീൻ വിൽപ്പനയ്ക്ക് ടൈമും ട്രെയിൻ നമുക്കുണ്ടോ ഇതിനൊന്നും കാര്യമില്ല. നീ ചാടി പിടിക്കും. അല്ലേ ഏതടി ഇങ്ങോട്ടല്ലേ ഇവഴിയല്ലേ ഇവഴിയാണ് അതല്ലേ കാണാനുണ്ടായിരുന്നു. പിന്നെ ഇതിലൊന്നും നിന്നെ കേട്ടില്ല മോനെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.